Hello, welcome to Aadiz vlogs. സോയാബീൻ കൊണ്ട് ചോറിനും ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയേക്കാളും ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി കറി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോയാബീനൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് സോയാബീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ, അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം സോയയിലേക്ക് അത്ര അങ്ങോട്ട് മസാല പെട്ടെന്ന് പിടിക്കില്ലല്ലോ. അപ്പോൾ വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഒരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ സോയാബീനൊന്നും വേവാൻ അത്ര വലിയ താമസമൊന്നുമില്ല, വേഗം വെന്ത് വന്നോളും. സോയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം അതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം കേട്ടോ. അപ്പോൾ വെള്ളത്തോട് തന്നെ അങ്ങനെ ഇരുന്ന് അതിൻ്റെ ആ ടേസ്റ്റ് പോകും. അപ്പോൾ നന്നായിട്ട് അതിലത്തെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം. അപ്പോൾ ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത് സോയ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് ചേർത്ത് കൊടുക്കണേ. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 സ്പൂൺ മുളക് പൊടി, അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാട്ടോ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1.5 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ചേർക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 3 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇത്തിരി സ്പൈസി ആവേണ്ട കാരണം ഇത്തിരി കൂടി എരിവ് ഇത്തിരി കൂട്ടിയെടുത്തിട്ടുണ്ട് മാത്രം. അതുപോലെ 2 സ്പൂൺ നല്ല പുളിയുള്ള തൈര് ഒഴിക്കുക. പിന്നെ ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ ഈ മുട്ടയും കൂടിയും പൊട്ടിച്ചൊഴിച്ച് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതിന്. അപ്പോൾ നല്ല മസാല നന്നായിട്ടൊന്ന് ഇതിലേക്ക് മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കൈവച്ച് ആ സോയയിലേക്കൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ചതിന് ശേഷം നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോവാണ്. സോയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത്രയ്ക്ക് ക്രിസ്പി ആവണമെന്നൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കറിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ, ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വെറുതെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് ക്രിസ്പി ആയിക്കോട്ടെ. നന്നായിട്ടൊന്ന് ക്രിസ്പി ആയതിനു ശേഷം നമുക്ക് എടുത്താൽ മതി. ഇതിപ്പോൾ അത്ര ക്രിസ്പി ആക്കണില്ല, കാരണം ഓൾറെഡി കറിയിലേക്ക് ആവേണ്ട കാരണം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത്തിരി എരിവ് കുറച്ചെടുത്താൽ മതി മാത്രം. ഇത്തിരി എരിവ് വേണ്ട, സ്പൈസി അധികം വേണ്ട. അപ്പോൾ ഇങ്ങനെ വറുത്ത് കൊടുത്താൽ അവർക്ക് നല്ല ഇഷ്ടമാവും. ഇവിടെ മോൾക്കും ഏട്ടൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ സോയ ഇങ്ങനെ വറുത്ത് കൊടുത്താൽ. അങ്ങനെ എല്ലാ സോയ ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയിലേക്ക് കിടക്കാം. അപ്പോൾ ആ എണ്ണയിൽ തന്നെ ഞാനിവിടെ 2 സവാള ചെറുതായി എരിഞ്ഞതും അതുപോലെ തന്നെ ഒരു പച്ചമുളക് എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒന്ന് വേഗം വഴഞ്ഞു കിട്ടാൻ വേണ്ടി ഇതിലേക്ക് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. സവാളയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 സ്പൂൺ ചിക്കൻ മസാല,
1 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നെ ബാക്കി മസാലകളൊക്കെ നമ്മൾ ഓൾറെഡി സോയ വറക്കണയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അധികം മസാല ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അതാണ് ഇത്ര കുറച്ച് ചേർത്തിരിക്കുന്നത് കേട്ടോ. 1/4 സ്പൂൺ 1 സ്പൂണൊക്കെ വെച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് സോസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മറ്റേ മസാലയൊക്കെ വഴഞ്ഞു വന്നതിന് ശേഷം ഇതിലേക്ക് 4 സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഈ സോസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് 1 സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ 1/2 സ്പൂൺ ചില്ലി സോസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുക, എല്ലായിടത്തും മിക്സ് ആവുന്ന രീതിയിൽ. ഇതിലേക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഈ സോസും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കറിയിലേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല റിച്ചായിട്ട് തോന്നും. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ എനിക്ക് ഉപ്പ് ആവശ്യത്തിനായിരുന്നു. നേരത്തെ സവാളയ്ക്ക് ചേർത്ത് ഉപ്പ് തന്നെ മതിയായിരുന്നു, വേറെ ഇടേണ്ടി വന്നില്ല. ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സോയയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും ഈ കറിയുടെ കളർ നല്ല റെഡ് കളറായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ ആ കളർ കിട്ടിയിട്ടില്ല. ഇനി ഗാർണിഷിങ്ങിന് വേണ്ടി ലേശം മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സോയാബീൻ കൊണ്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സോയ വറുത്തിട്ട് ഒന്ന് കറി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. സോയ വെറുതെ വറുത്ത് കഴിക്കാനും ടേസ്റ്റിയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ സോയ വറക്കാറില്ലല്ലോ, അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ അതിൽ മസാലയൊന്നും പിടിക്കാത്ത പോലെ തോന്നാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ പ്രശ്നമൊന്നും വരില്ല. നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോൺ വെജിറ്റേറിയൻസിനും വെജിറ്റേറിയൻസിനൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിച്ചെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഓളാക്കി വയ്ക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.